ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബെഗോണിയ ഗാർഡൻ ആണ്. ജപ്പാനിലെ നഗോയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നബാനാനോ സാത്തോ എന്ന് പറയുന്ന പാർക്കിനകത്താണ് ഈ ബെഗോണിയ ഗാർഡൻ ഇരിക്കുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ ഡോറിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ തന്നെ ഈ ഡോറ് ഓട്ടോമാറ്റിക് ആണ്. അതങ്ങ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അത്രയ്ക്ക് ഭംഗിയാണ്. പല കളറിലുള്ള പൂക്കൾ ഒരേ ഹൈറ്റിൽ ഇങ്ങനെ ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മൊത്തം അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലും കുറച്ച് പൂക്കളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ പൂക്കളൊക്കെ ഹാങ് ചെയ്യുന്ന ടൈപ്പിലാണുള്ളത്. ജപ്പാനിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കാണ് നബാനാനോ സാത്തോ എന്ന് പറയുന്നത്. കാരണം ഇവിടെ LED ഇലുമിനേഷൻ നടക്കും രാത്രിയാവുമ്പോൾ. 8 മില്യണിൽ കൂടുതൽ LED വെച്ചിട്ടാണ് LED ഇലുമിനേഷൻ നടക്കുന്നത്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ 2500 yen ആണ് ഈ പാർക്കിലോട്ടുള്ള എൻട്രൻസ് ഫീസ്. ആ പാർക്കിനകത്തുള്ള ഒരു ഗാർഡൻ മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് LED ഇലുമിനേഷൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ 2500 yen ആണ് ഇതിനകത്തോട്ടുള്ള എൻട്രൻസ് ഫീസ്. നമ്മുടെ നാട്ടിലെ ഏകദേശം 1400 രൂപ വരും. ഈ 2500 യെന്നിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ 1000 യെന്നിൻ്റെ ഒരു കൂപ്പൺ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 1000 യെന്നിൻ്റെ കൂപ്പൺ നമുക്ക് ഈ പാർക്കിനകത്ത് തന്നെ ചിലവാക്കാൻ പറ്റും. കുറേ റെസ്റ്റോറൻറ്റ്സും ഐസ്ക്രീം ഷോപ്പും അതുപോലെ തന്നെ ഈ ഗാർഡനകത്ത് കയറാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് 1000 യെന്നിൻ്റെ ഒരു ടിക്കറ്റ് എടുക്കണം. അവിടെ വേണമെങ്കിൽ നമുക്ക് ഈ കൂപ്പൺ യൂസ് ചെയ്യാം. അങ്ങനെ ഈ 1000 യെന്നിൻ്റെ കൂപ്പൺ ഇതിനകത്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വലിയൊരു ബെഗോണിയ ഗാർഡൻ ആണിത്. ഇത് കഴിഞ്ഞിട്ട് മറ്റേ ഫ്യൂഷിയ എന്ന് പറയുന്ന പൂക്കൾ ഉള്ള പല കളറിൽ അതിൻ്റെ പല വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒരു ബെഗോണിയ ഗാർഡൻ ആണ്. ഇത് ഇൻഡോർ ഗാർഡൻ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പല സ്ഥലത്തും ഇതിൻ്റെ ഫോട്ടോ സ്പോട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു സെപ്പറേറ്റ് ഏരിയ ആണ്. അവിടെ റോസ് ഗാർഡൻ ആണ്. എല്ലാവർക്കും അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ ടിക്കറ്റ് എടുത്തിട്ടുള്ളവർക്കാണ് അതിനകത്തോട്ട് കയറാൻ പറ്റുക. അത്രയ്ക്ക് റോസാപ്പൂക്കളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കളറിലുള്ളതാണ്. നല്ല സ്മെല്ലും ആണ്. പല രീതിക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനിതിന് മുന്നേ പോയിട്ടുണ്ട്. ഇത്തവണത്തേൽ എനിക്കത് കാണിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളിപ്പോൾ ഈ ഗാർഡൻ കാണുന്നത് രാത്രി 7 മണിക്കാണ്. അപ്പോൾ നമുക്കത് പുറത്തുള്ളതായതുകൊണ്ട് ആ റോസ് ഗാർഡൻ കാണാൻ പറ്റില്ല. അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ സമയത്ത് കാണാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായതുകൊണ്ട് നേരത്തെ തന്നെ പോയിട്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് രാത്രി ഇലുമിനേഷൻ കാണുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ കേസിൽ നമ്മൾ 1000 യെന്നിൻ്റെ ഈ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിതിൻ്റെ പകുതിയെ കണ്ടിട്ടുള്ളൂ. പകുതി നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇരുട്ടായതുകൊണ്ട് അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ റോസ് ഗാർഡനകത്ത് 4000 റോസാ ചെടികളാണുള്ളത്. അതും 800 ടൈപ്പിലുള്ള റോസസ് ആണുള്ളത്. അതുപോലെ തന്നെ ഈ റോസ് ഗാർഡന്റെ നടുക്കായിട്ട് ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് റോസ് സോഫ്റ്റ് ഐസ്ക്രീം ആണ്. നല്ല ടേസ്റ്റ് ആണ്. ഇത്തവണ അതെല്ലാം നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ പൂക്കളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും കൂടുതലായിട്ടൊന്നും വലിയ ധാരണയില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരാനും അറിയില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. അത് കണ്ടു നോക്കാം.
ടാറ്റാ.